തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നടന്ന DJ പാർട്ടിക്കിടെ കൂട്ടത്തല്ല്. 2 സംഘങ്ങളായി തിരിഞ്ഞ യുവാക്കളാണ് ഏറ്റുമുട്ടിയത്. ലഹരിക്കേസ് പ്രതിയും വധക്കേസ് പ്രതിയും ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ പങ്കെടുത്തതായാണ് വിവരം. എന്നാൽ സംഭവത്തിൽ പരാതിക്കാർ ആരുമില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, പറയൂ. 2 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം തലസ്ഥാന നഗരിയിൽ ഉണ്ടായിരിക്കുന്നത്. DJ പാർട്ടിക്കിടെയാണ് കൂട്ടത്തല്ല് നടന്നിരിക്കുന്നത്. 2 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അടിയുണ്ടായത്. ഇതിൽ ലഹരി കേസിലെ പ്രതിയും അതുപോലെ തന്നെ വധക്കേസിലെ പ്രതിയുമാണ് പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. ആദ്യം വധക്കേസിലെ പ്രതിയും അവിടെയുള്ള ബൗൺസർമാരുമായി ചെറിയൊരു തർക്കമുണ്ടായി. അത് പിന്നെ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന 2 ടീമായി ഉണ്ടായിരുന്ന ലഹരി കേസിലെ പ്രതിയുടെ ഒരു ടീം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വധക്കേസിലെ പ്രതിയുടെ കുറച്ച് കൂട്ടാളികളും ഉണ്ടായിരുന്നു. പിന്നെ ഈ ബൗൺസേഴ്സ്മാരിൽ നിന്ന് ഈ ഒരു തർക്കം ഇവർ രണ്ടുപേരിൽ ഈ 2 ടീമുകളിലേക്ക് മാറുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ സംഭവം ഒരു പാളയത്തുള്ള ഒരു ഹോട്ടലിലാണ് നടന്നിരിക്കുന്നത്. മുൻപും സമാന രീതിയിൽ ഇവിടെ ഈ DJ പാർട്ടികളൊക്കെ തന്നെ ഈ ഗുണ്ടാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതായി വിവരം ലഭിച്ചിരുന്നു. എന്നാലും ഇതുവരെയും യാതൊരു നടപടിയും ഇതിന്റെ പുറകിൽ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും ഒരു അടിപിടി ഉണ്ടായിരിക്കുകയാണ്. ആദ്യം ഈ പരിക്കേറ്റ ആൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അപ്പോൾ അയാൾക്ക് പരാതി ഉണ്ടെന്നാണ് പോലീസിനോട് അറിയിച്ചത്. ശേഷം പോലീസ് പരാതി കൊണ്ട് മുന്നോട്ട് നീങ്ങാനായി ഇയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇനിയൊരു പ്രശ്നത്തിനില്ല, അല്ലെങ്കിൽ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങാനാണ് തീരുമാനമെന്ന് അറിയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് കേസെടുക്കാതെ ഈ ഒരു സംഭവം നീക്കിവിട്ടത്. ഇത് 2 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു അടിപിടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ളൊരു പോർ തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഗുണ്ടാ സംഘങ്ങൾ എല്ലാവരും ഒന്നിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടിപിടി ശ്രമം, അത് ഒത്തുതീർപ്പിലൂടെ ഒത്തുതീർപ്പിലൂടെ അതിനെ സമവായം കണ്ടെത്തി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, ശ്രീനന്ദ SP ആണ് വിവരങ്ങൾ നൽകിയത്.